അപ്പോൾ പടിയെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് മാരിവിൽ ഗോപുര മാളിക തീർത്തു. ഇത് നമ്മൾ ഒരു സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളയങ്കാലം കുടയുണ്ട്, എല്ലാതരം കുടകളും പ്രജീഷേട്ടനെ സമീപിച്ച് കഴിഞ്ഞാൽ. ഹായ്, അപ്പോൾ ഒരാളും കൂടി ഉണ്ട്. ഇത് എൻ്റെ അനിയൻ തന്നെയാണ്, ഏച്ചീൻ്റെ അമ്മ കണ്ണൻ. അപ്പോൾ ഇവന് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അല്ല, വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. ഇവന് പിന്നെ വീഡിയോ ഫേസ് ചെയ്യാൻ, ക്യാമറ ഫേസ് ചെയ്യാനുള്ള കുറച്ചൊരു പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോക്കാണ് മലപ്പട്ടത്തേക്ക്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം വഴിയെ വീഡിയോനകത്ത് തന്നെ കാണാം. അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സഞ്ജു ട്രെയിനിങ്ങിന് പോയി, ഇനി 9 മാസത്തെ പോലീസ് ട്രെയിനിങ്ങിന് പോയി. ഏറെക്കുറെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സഞ്ജു പോയോ ഇല്ലയോ. അപ്പോൾ സഞ്ജു ട്രെയിനിങ്ങിന് പോയി. മാങ്ങാട്ടോർമ തന്നെയാണ്, നമ്മളിവിടെ ധർമ്മശാലയ്ക്ക് തന്നെയാണ് ക്യാമ്പ്. പക്ഷേങ്കിൽ 9 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനി അവൻ ഫ്രീ ആവുമല്ലോ, അവൻ്റെ ക്യാമ്പാണ്, അവൻ്റെ ജോലി കാര്യങ്ങളെല്ലാം ആയിട്ട് അവൻ ഇനി തിരക്കിലായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ള ജിഷ്ണു ആയിക്കോട്ടെ, വിഷ്ണു അതുപോലെ തന്നെ വിഷ്ണുവും വേറൊരു ജോലിക്ക് കയറി. അപ്പോൾ അങ്ങനെ കൂടെയുള്ളവരെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അങ്ങനെ തിരക്കായിട്ട് അങ്ങനെ പോക്കാണ്. നമ്മളെ കൂടെ വീഡിയോയിൽ നിൽക്കുക അല്ലെങ്കിൽ വീഡിയോയിൽ വരിക അങ്ങനെ പറയുമ്പോൾ അവരെ വിലപ്പെട്ട സമയം ചിലവഴിച്ചിട്ടാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതിന് അവർക്ക് വേറെ എന്തെങ്കിലും ഒരു തിരക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ അവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അവരെ വിളിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ അകത്തും ചെയ്യുന്ന. ഈ ചാനലിൽ ഇവിടെ ഇപ്പം ബുക്ക് കൊടുത്തിയും അതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവരെയും കൂടി സപ്പോർട്ടോട് കൂടിയാണ്, അല്ലെങ്കിൽ അവരും കൂടി ഇതിൻ്റെ ഭാഗം ആയതുകൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. കൂടെയുള്ള ഫ്രീ ഉള്ള സമയത്ത് മാക്സിമം അവരെല്ലാവരും വീഡിയോൻ്റെ അകത്ത് ഉണ്ടാവും, അല്ലാത്തപ്പോൾ അവരെ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കൂല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കാണാം മലപ്പട്ടം. സീറ്റ് ബെൽറ്റ് ഞാനും കണ്ണനും ഇട്ടിട്ടില്ല, നമ്മളിവിടെ മുനമ്പ് കാലത്തിൻ്റെ പോലെ നിർത്തിയിട്ടാവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇടാതിന്. കണ്ണനേർ ഫസ്റ്റ് വീഡിയോ തന്നെ കണ്ണനേർ. അപ്പോൾ മുടിയെല്ലാം മുറിച്ച് മൊത്തം മൊട്ടയാക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം എന്നാലേ. ഓക്കെ. അപ്പോൾ ഞാനും കണ്ണനും കൂടി നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത കാഴ്ചകളും വിശേഷങ്ങളെല്ലാം കാണിക്കാം. ഹായ്. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് വരുത്താണ് ഒരു വിശേഷമുണ്ട്, അതിങ്ങനെ പറയാടെ എത്തിയിട്ടാൻ കാണിക്കാൻ. ഇത് പ്രജീഷേട്ടൻ, ഇതാണ് പ്രജീഷേട്ടൻ. പ്രജീഷേട്ടനെ ഇൻട്രൊഡ്യൂസ് പ്രജീഷേട്ടൻ തന്നെ ചെയ്യും. അത് ഹലോ, ഞാൻ പ്രജീഷ് മലപ്പട്ടം. പിന്നെ കുറച്ച് ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും. അതെ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അക്ഷയ് തന്നെ കാണാൻ വന്നു, ഒരുപാട് സന്തോഷം. അക്ഷയന്റെ ഒരു നല്ലൊരു ഫാനും കൂടിയാണ് ഞാൻ. അത് ചെറുപ്പത്തിലെ ഇത് അസുഖം ചെറുപ്പത്തിലേ ഉണ്ട് അല്ലേ? ഓക്കെ. പക്ഷെങ്കിൽ അതൊന്നും ഒരു കുറവായിട്ട് പൈസയുടെ കണ്ടിട്ട് ഇല്ല. അതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളവരെ നമ്മളിപ്പോൾ നമുക്കെല്ലാം ചെറിയ വിഷമം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും. അന്നേരം ഇതുപോലുള്ള ആൾക്കാർ നമ്മളെ പ്രചോദനമായിട്ടാണ് പൈസേട്ടനെ നമ്മൾ കാണുന്നത്. അന്ന് കണ്ടുവരുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പൈസേട്ടൻ മാത്രമല്ല, പൈസേട്ടൻ്റെ 2 ചേച്ചിമാരല്ലേ? രണ്ടാളും അങ്ങനെയല്ലേ, 3 ആളാണ് ഉള്ളത്. അന്ന് അമ്മേനെയാണ് കണ്ടത് അവിടെ. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രേക്ഷകരുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണിക്കാനുണ്ട്. പാട്ടെന്തായാലും ഒന്ന് പാടണം. അപ്പോൾ ബാക്കി എന്തൊക്കെയോ പരിപാടികളുണ്ട്, കലാപരിപാടികൾ, അതും കൂടി ഞാൻ കാണിക്കാനും അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനും കൂടിയാണ്, ആൾക്കാരിലേക്ക് എത്തിക്കാനും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ ഉണ്ണിയാട്ടനാണ്, നമ്മളെ ഉണ്ണിമായ. അതെ അതെ. അപ്പൊ ഞാൻ കുറച്ച് കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് ഉണ്ണിയേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത്, അക്ഷയ് ഞാൻ കുറച്ച് കൊട സ്പോൺസർ ചെയ്യാം, പ്രജീഷിന് എടുക്കുന്നതന്നെ അത് വാങ്ങുകയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നേരിട്ട് പോയിട്ടൊരു വീഡിയോ കൂടി എടുക്കാം. ഞാനത് വാങ്ങിയിട്ട് വയനാട്ടിലുള്ള ഒരു സ്കൂളിലേക്ക്, ഒരു ബഡ്സ് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കും ഉപകാരപ്പെടുമല്ലോ. അത് ഏതെങ്കിലും രീതിയിൽ, വലിയ രീതിയിലൊന്നല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല, ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാം. പ്രതീക്ഷയുടെ കൊട ഉണ്ടാക്കുന്നുണ്ട്, വേറെ പേപ്പർ പേന. ഓക്കെ. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഇവിടെ എന്തോ വീഡിയോ കോൾ എന്തോ നടക്കുന്നുണ്ട്. ആയിരിക്കും കാണിച്ചു കൊടുക്കില്ല വീഡിയോ കോൾ ആയിട്ട്. ഇത് ഇടും കേട്ടാ, ഇത് ഇടുന്നറിയാം. ഹായ്. അതല്ലാതെ കാണലുണ്ടല്ലേ, സന്തോഷം. എവിടെയാണ് സ്ഥലം? കുഞ്ഞുമംഗലം എന്ന് പറയുമ്പോ അങ്ങോട്ട് പയ്യന്നൂർ. ശരി.
സന്തോഷം, കാണാൻ പറ്റിയൊരു സന്തോഷം. ഇന്നത്തെ വീഡിയോൻ്റെ അത് കാണാം. പേരെന്തേനും? ഓക്കെ ഓക്കെ. അപ്പൊ സുചേച്ചിന്റെ വീഡിയോയിൽ കാണാം. അപ്പോ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ അറിയുന്നത്. പടിയെല്ലാം ഇങ്ങനെ ആക്കിട്ട് രേച്ചിയുണ്ട്. ആ ഓക്കെ. രേച്ചി കിടന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് കുടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. എല്ലാ കഴിഞ്ഞു അല്ലേ. ചേച്ചീൻ്റെ പേര് കഴിഞ്ഞല്ലേ. സാറല്ല കഴിയന്നല്ലേ വേണ്ടേ, ഉണ്ടാക്കുന്നതിനെല്ലാം കഴിയട്ടെ. അപ്പോൾ കുട നല്ല ഇത് കുറെ പണി. പിന്നെ ഇതിന്റെ തുണിയും ഫ്രെയിമും കോഴിക്കോട് കൊണ്ടതിന്റെ ആക്കുമല്ലേ. ആക്കുമ്പോ നമുക്ക് ഈ ഇല്ലിയെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മള് കുട ആക്കിട്ട് തന്നെ കൊണ്ടുവരും. ഫുൾ ഫ്രെയിം ഒക്കെ കൊണ്ടുവരും. ഞാൻ വിചാരിച്ചു ഈ കമ്പിയെല്ലാം നമ്മള് ചെറുങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ആക്കേണ്ടതെന്നൊന്നും അറിയാണ്ട് കുറെ നമ്മളെല്ലാം എന്തെങ്കിലും കെട്ട് കമ്പിയെല്ലാം എടുത്ത് കുത്തലുണ്ട്. ചോദിച്ചത് മഴ പെയ്ത് കേട്ടാ. നല്ല ലക്ഷണമാണ്. കുറേ ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് കുട മഴയുണ്ടെങ്കിലേ കുട ആക്ക് വേണ്ടു. അപ്പോൾ മഴ പെയ്തു. നമുക്ക് കുറച്ച് കുട ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി കുട എടുത്തിട്ട് നമുക്ക് ഉണ്ണിയേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഉണ്ണിമായ മയിലുള്ള ഉണ്ണിമായ ഷോപ്പില്ലേ അത് അറിയാന്നുള്ളതേ ഉള്ളൂ. ഉണ്ണിയേട്ടൻ എനിക്ക് അറിയില്ല. എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാണ്. ഇത് നമ്മളെ വിക്കിരന്മാർക്കുള്ള പോപ്പിക്കൊടയെല്ലാം ഉണ്ട്. നമ്മളെ ചെറുതിനൊന്നും എടുത്ത് നടക്കാനായില്ല. അപ്പൊ ആരെല്ലോ ഇങ്ങനെ കുട കണ്ടിട്ട് കുടയൊന്ന് വാങ്ങി പോപ്പിക്കൊട. വലിയ കുടയുണ്ട്, വലിയ ആളതുണ്ട്. അപ്പോൾ കുടയും ഇതുമാണ് പ്രജീഷേട്ടൻ്റെ വരുമാനം അല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പ്രജീഷേട്ടന് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലുള്ള കുടകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പ്രജീഷേട്ടൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് കൊടുക്കാം. എങ്ങനെയാ അപ്പോൾ പുറത്തുനിന്നുള്ളവർക്കാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുക പ്രജീഷേട്ടാ? ഒരുപാടുണ്ടെങ്കിൽ അല്ലേ, 1-2 കൊല്ലാണെങ്കിൽ അത് ബുദ്ധിമുട്ടുമാണ്. അതെ നഷ്ടമാണ്. പിന്നെ നഷ്ടം നോക്കാണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്, സഹായം എന്ന് പറയുന്നത് അങ്ങനെയല്ല, നഷ്ടമില്ലല്ലോ അതിനകത്ത്. അപ്പോൾ അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഇതെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് ആ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഇസ്രയേലിൽ നിന്ന് ഒരു ചേച്ചി കോൺടാക്ട് ചെയ്തിട്ട് ഒരു സഹായം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ പല മൂലക്കുള്ളവരും ഇത് കാണുന്നുണ്ടാകും. അപ്പോൾ സഹായം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മഴ പെയ്തു കേട്ടോ. കുടയിൽ നോക്കിയിട്ട് മെല്ലെ തുറക്കണം. എന്തൊക്കെ ആയിപ്പോയിട്ടെങ്കിൽ അവിടെ പരസ്യോ പ്രവേശ ക്വാളിറ്റി ഒന്നും ആവില്ല ചേട്ടെ. അപ്പോൾ ഇങ്ങനത്തെ വളയംകാലം കുടയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടാ. ഇതൊരു സ്പെഷ്യൽ സാധനം അല്ലേ. പിടി ആ ഇപ്പം ചെറുപ്പക്കാരിൽ ഇങ്ങനത്തെ സാധനം മോഡലാണല്ലോ എടുക്കുക. പിന്നെ ഇങ്ങനത്തെ നോർമൽ സാധനമുണ്ട്. ഇതിന് കുറച്ച് റേറ്റ് അധികമായിരിക്കും. ഇനി അപ്പോൾ റേറ്റും കാര്യങ്ങളും എല്ലാം ചേട്ടൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടാകുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. മറ്റേ സാധനത്തിനായാലും എനിക്ക് തോന്നുന്നത് പൈസ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പുറത്തെല്ലാം അന്വേഷിച്ചതിൻ്റെ അകത്ത് എനിക്ക് പൈസ കുറവാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അല്ലാണ്ട് വേറെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സോപ്പ് പൊടി, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, സാധനം കുറച്ച് ഉണ്ടാക്കുന്നില്ല. കാരണം മാർക്കറ്റിംഗ് കുറവാണല്ലേ. ഇതെങ്ങനെയാണ് സെയിൽ എങ്ങനെയാണ് ചേട്ടാ? അപ്പോൾ നമ്മള് ഫേസ്ബുക്കിലെല്ലാം സ്റ്റാറ്റസ് ഇടും, ഗ്രൂപ്പുകളിടും. അപ്പോൾ നമ്മളെ മുന്നേ സഹായിക്കുന്ന ഉണ്ണാട്ടം പോലത്തെ ആൾക്കാരുണ്ട്, ടീച്ചേഴ്സ്. അവരെല്ലാം ടീച്ചേഴ്സ് എല്ലാം സ്കൂളുകളിലേക്ക് അങ്ങനെയുള്ള എടുക്കും അല്ലേ. ഓക്കെ. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർ സുഹൃത്തുക്കളും എല്ലാം. അതെ, പിന്നെ നമ്മളെല്ലാം നാട് എന്ന് പറയുന്നത് പിന്നെ അങ്ങനത്തെ ഒരു അറിയുന്നതല്ലോ പരസ്പരം. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊരു പ്രൊമോഷൻ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഇന്നത്തെ വീഡിയോ. ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കുട ഇതുപോലുള്ള കുടകൾ വേണമെന്നുണ്ടെങ്കിൽ
പ്രജീഷേട്ടൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് മുഴുവൻ കൊടുക്കാം. അപ്പോൾ സ്പോട്ടിൽ വിളിച്ചാൽ മതി. പുറത്തേക്കാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൊറിയർ ചാർജ് കുറച്ച് അധികം ആവും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രജീഷേട്ടനെ ഒന്ന് സഹായിക്കാൻ കൊറിയർ ചാർജ് അടക്കം പറ്റുന്നവർ മാക്സിമം ഒന്ന് വേണിക്കണം. ഒരു കുടയെങ്കിലും പ്രജീഷേട്ടൻ്റെ അടുത്ത് വേണിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും മഴയത്ത് പെരിയ കൈ കുട വാങ്ങിയത് അതാണ് പരസ്യം. കലാപരമായിട്ട് പാട്ട് പാടും അറിയാം. വേറെ എന്തെങ്കിലും അത്യാവശ്യം ഓക്കെ. ഗ്രൂപ്പുണ്ട് ഇപ്പം നിലവിലെ. ഫ്ലൈ മ്യൂസിക് ഉണ്ട്. ഫ്ലൈ എന്ന് പറഞ്ഞൊരു സംഘം പയ്യന്നൂർ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മളെ ഭിന്നശേഷിക്കാരുടെ തന്നെ ഒരു ട്രൂപ്പാണ്. ഭിന്നശേഷിക്കാരെ അല്ലേ? കരമൊക്കെ. ഓക്കെ ഓക്കെ. നമ്മളൊരു 70ഓളം സ്റ്റേജുകളുടെ ഇതൊരു പാടി ശരിയുണ്ടല്ലേ? അതുപോലെ ഫ്ലമേഴ്സ് ചാനലിലെ കോമഡി ഉത്സവത്തിൽ പോയിട്ടുണ്ടായിരുന്നു 2-3 വർഷം മുമ്പേ. അപ്പോൾ അങ്ങനെ വലിയ ചെറിയ ആളല്ല, വലിയ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വായമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിലാമോദത്തിരകൾ ഉണരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, അടിപൊളി അടിപൊളി. അപ്പോൾ ഇനി ഒരു പാട്ട് കൂടി പാടും. ഷുഗർ ഒന്നും ഇല്ലായിരിക്കും. ഷുഗർ അല്ലേ? മലർക്കാവിൽ പൂരം കാണാൻ നമ്മൾ പോയി രാവിൽ നിലാവിൽ, ദൂരെയൊരാൾ മര ചോട്ടിലിരുന്ന് മാരിവിൽ ഗോപുര മാളിക തീർത്തു, അതിൽ നാം ഒന്നായാടി പാടി. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിൽ നിലാവിൽ. അടിപൊളി അടിപൊളി അടിപൊളി. പക്ഷേ അടിപൊളി പാട്ടാണ് കേട്ടോ. നിങ്ങൾ ചെറുതൊന്നും പറയണ്ട. അപ്പോൾ കട്ടൻ ചായയും റസ്കെല്ലാം ഉണ്ട്. പൈസ വേണ്ടേ? കുടി കുറവാ? അതെയാ? മഴ കട്ടൻ ചായ നമുക്ക് മാറിയിട്ട് പിന്നെ കട്ടൻ ചായ പൈസൻ്റെ പാട്ട് എന്ന് പറയാം. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് മലപ്പട്ടം. ഇതിൻ്റെ നേരെ അപ്പുറം മലപ്പട്ടം പുഴയാണ്. അതിൻ്റെ ആ കരേൻ്റെ നേരെ അപ്പുറം നമ്മളാണ് വാങ്ങിക്കാറാത്. അപ്പോൾ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രതിപാട്ടന പൈസേൻ്റെ ഏട്ടനാ നമുക്ക് പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം കടവ് കടന്നിട്ടാണല്ലോ. പിന്നെ പാലം വരുന്നതിന് മുമ്പ് തോണിയാണ്. അപ്പോൾ മലപ്പട്ടക്കാരെല്ലാം എൻ്റെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡ് സൈഡിലാണ്. തോണി കടന്നിട്ട് നേരെ വരുന്നില്ലേ അപ്പോൾ അവൻ്റെ ഒരു പാലവാടിക്കേക്ക് അവിടെ തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ അതുകൊണ്ട് മലപ്പട്ടക്കാരെല്ലാം നമുക്ക് എല്ലാം പരിചയമാണ്. അതെ അതെ അതെ. തോണിക്ക് ഇങ്ങോട്ട് വരുത്തും അങ്ങോട്ട് പോകും എല്ലാം ബുദ്ധിമുട്ട് അല്ലേ? പോണം. പിന്നെ ഇങ്ങോട്ടേക്ക് ശ്രീകണ്ഠ അങ്ങോട്ടേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയം. ഇപ്പൊ മുനമ്പ് പാലം വന്നോണ്ട് അതെ അതെ അതെ. സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് സൗകര്യങ്ങൾ പോരാണ്ട് പോകും. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ. ചായയെല്ലാം കുടിച്ചു. അപ്പം കുറച്ച് കുട എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ വലിയ പൈസ ഉണ്ട് കേട്ടോ പുറത്ത് മാർക്കറ്റിൽ. ഞാൻ വന്നിട്ട് പൈസ ചോദിച്ചില്ല, അതാ പറഞ്ഞേ. അല്ല ഇനി പൈസ കൂടുതലാന്നാ ഞാൻ പറഞ്ഞേ. നിങ്ങളടിക്കല്ല, പുറത്ത് പൈസ കൂടുതലാന്ന്, നിങ്ങളടുക്ക് പൈസ കുറവാന്ന് പറഞ്ഞു. അങ്ങനെ കുറവന്നെ. മിണ്ടിയാല് അങ്ങനത്തെ തൂക്കിയിട്ടാ മിണ്ടുക. അപ്പൊ തൂക്കിയിട്ട് അധികമായി പോയി കഴിഞ്ഞാല് പ്രശ്നമാണ്. ചില ആൾക്കാരില്ല എങ്ങനെ തൂക്കി മിണ്ടുന്ന ആള് കുറിക്കാന്ന് അടിക്കുക. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ഒന്നും പറയാനാടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനധികം വർത്താനം പറയുന്നില്ല. ഇത് ഓക്കെ ഓക്കെ ഇങ്ങനത്തെ ശരി ശരി. ഇത് ഈ പ്രിന്റ് ആയിട്ടുള്ള അല്ലേ? ഓക്കെ. എത്ര ആയില്ലേ?
അപ്പോൾ എല്ലാവരും ഇങ്ങനെ സഹായം അപ്പുറം ഇപ്പുറം എല്ലാവരും സഹായിക്കാനുള്ളതുകൊണ്ട് ഒരാളും കൂടി ഉണ്ട് ഷോപ്പിലൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പേരൊന്നും എല്ലാവരെയും അമ്മ ഉള്ളിലുണ്ട്, അപ്പോൾ കാണിച്ചിട്ടില്ല, അങ്ങനെ എല്ലാവരും കാണിച്ചിട്ടില്ല. ചേച്ചി ഒരാളും കൂടി കിടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രജീഷാറിൻ്റെ അടുക്കുന്ന കുറച്ച് കുട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഒരു സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളയങ്കാലം കുടയുണ്ട്, എല്ലാതരം കുടകളും പ്രജീഷാറിനെ സമീപിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതിൻ്റെ കൂടെ പ്രജീഷാറിനും ഉപകാരപ്പെടും. സാധാരണ കുട വെച്ച് കഴിഞ്ഞാൽ കുട ചൂടുന്നവർക്ക് മാത്രമേ ഉപകാരപ്പെടൂ, വലിയ വലിയ കമ്പനികളിലാണെങ്കിൽ. ഇത് പ്രജീഷാറിനും ഒരു കുടുംബത്തിന് മൊത്തം ഉപകാരപ്പെടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം പ്രജീഷാറിൻ്റെ ഈ ചിരിയും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കുട കാണിക്കും. ഇത്രയും നല്ല ചിരിയും ഫ്രീ ആണ്. പിന്നെ ചിരിച്ചു വരിക്കുന്നതാ, ഇവരെല്ലാവരും ചിരിയുണ്ട് കേട്ടോ, ഒരാളത് നട്ടാണ്. അപ്പോൾ നമ്പർ ഡീറ്റെയിൽസെല്ലാം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ കുറേ ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി. ഞാനങ്ങനെ എടുത്തിട്ട് ഞാൻ കൊറിയർ ചെയ്തോളാം. പ്രജീഷാറിനെ അതിന് ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ ഇവിടെ വന്നിട്ട് എടുത്ത് കളക്ട് ചെയ്തിട്ട് കൊറിയർ ചെയ്തോളും. പ്രജീഷേട്ടാ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ തന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എനിക്ക് വരുന്നതായി. അപ്പോൾ ഒരിക്കലും കൂടി പറയാം, കുട വേണ്ടവർ പ്രജീഷാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കുടേൻ്റെ ഒപ്പം ചിരി ഫ്രീ.